ഒരു പെട്രോൾ പോളോ 1.2 കസ്റ്റമർ വണ്ടി കൊണ്ടുവന്ന് വണ്ടി മിസ്സിംഗ് ആയിട്ട് കൊണ്ടുവന്നു. ഓൾറെഡി കാറ്റലിക് കൺവെർട്ടർ വരെയൊക്കെ എത്തിവരും. കാറ്റ് മാറ്റണം, അതുപോലെ തന്നെ ഓട്ടോ സെൻസർ മാറ്റണം, പ്ലഗ് ഇഞ്ചക്ടറൊക്കെ ഓൾറെഡി ചേഞ്ച് ചെയ്തു. അങ്ങനെ കുറേ പണിയൊക്കെ നമ്മുടെ അടുത്ത് വരണം കേട്ടോ. അപ്പോൾ നമ്മളും അത്രയും ഒരു 3 മാസമായിട്ട് കസ്റ്റമർ ഈ കംപ്ലയിൻറ്റ് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളും ആ ഒരു റേഞ്ചിൽ നമ്മൾ കംപ്ലയിൻറ്റ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എഞ്ചിനൊക്കെ ആയിരിക്കും എന്നൊക്കെ ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കംപ്ലയിൻറ്റ് അത്ര ലെവലൊന്നും പോയില്ല. ഓട്ടോ അല്ലെങ്കിൽ കാറ്റോ അങ്ങനത്തെ കംപ്ലയിൻ്റ് ഒന്നും ആയിരുന്നില്ല. ഹെഡ് കംപ്ലയിൻറ്റോ എഞ്ചിൻ കംപ്ലയിൻ്റ് ഒന്നും ആയിരുന്നില്ല. കംപ്ലയിൻറ്റ് ഭയങ്കര ലോ ലെവലുള്ള കംപ്ലയിൻ്റ് ആയിരുന്നു കണ്ടോ. ഫ്യൂൽ ഫിൽറ്റർ, ഈ ഫ്യൂൽ ഫിൽറ്റർ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ മെയിൻ പ്രശ്നം. ടാങ്കിനകത്ത് ഫിൽറ്ററും അതുപോലെ തന്നെ ഫ്യൂൽ ഫിൽറ്ററും, ഈ 2 ഫിൽറ്ററും ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് ഫ്യൂൽ പ്രഷറിൽ നമ്മുടെ എഞ്ചിനോട് കിട്ടുന്നില്ല. അപ്പോൾ എൻമേൻ്റെ മേലെ കാലെടുക്കുമ്പോഴത്തേക്കും വണ്ടി വാണിംഗ് എത്തി മിസ്സിങ് കാണിക്കും, വണ്ടി വലിക്കാണ്ടാവും. ഇതാണ് വണ്ടിയുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ ഈ ഫ്യൂൽ ഫിൽറ്ററും അതുപോലെ ടാങ്കിനകത്ത് വരുന്ന ഫിൽറ്റർ ബ്ലോക്ക് ആയിരുന്നു. അതേപോലെ ഇഞ്ചക്ടറും ബ്ലോക്ക് ആയി പോട്ടെ, ഇത് ബ്ലോക്കായിട്ട്. നമ്മൾ ഈ 3 ഐറ്റംസും ടാങ്കിൽ ഫ്ലോട്ട് അയച്ച് ക്ലീൻ ചെയ്തു. അതുപോലെ നമ്മുടെ ഈ ഫ്യൂൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് ഒരു ഇഞ്ചക്ടർ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ അത്രയും സാധനം മാറിയപ്പോൾ കംപ്ലയിൻറ്റ് ബാക്കിയായി. പെട്രോൾ വണ്ടിയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഫ്യൂൽ ഫിൽറ്ററിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചിട്ട് നോക്കിക്കോണേ. ഫ്യൂവലിൻ്റെ കളർ കണ്ടോ, ഇതാണ് ഫ്യൂവലിൻ്റെ അവസ്ഥ കേട്ടോ. നല്ല ബ്ലോക്കായിരുന്നു കണ്ടോ, മര്യാദയ്ക്ക് വരുന്ന പോലുമില്ല ഫ്യൂവലെ. ഇതാണ് ഇതിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ നിസ്സാര കംപ്ലയിൻ്റ് ആയിരുന്നു. ഫ്യൂൽ ഫിൽറ്ററും അതുപോലെ ടാങ്കിനകത്ത് ഫിൽറ്ററും ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഒരു ഇത്രയും 3 മാസം കൊണ്ടുവന്നത്. കംപ്ലയിൻറ്റ് നിസ്സാരം, കംപ്ലയിൻറ്റ് ഫിൽറ്ററൊക്കെ മതിയോ കംപ്ലയിൻറ്റ് നോക്കി വണ്ടി പോയിട്ടുണ്ട് കേട്ടോ.